ഞാൻ നിങ്ങളെ സ്നേഹിച്ച പ്രകാരം തന്നെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണം. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുന്നുവെന്ന് എല്ലാവരും അറിയും. അത്രയും പറഞ്ഞിട്ട് യേശുക്രിസ്തു തൻ്റെ പ്രധാനപ്പെട്ട കൽപ്പന അവിടെ അവസാനിപ്പിക്കുക. യേശുക്രിസ്തു പറഞ്ഞതിൻ്റെ പൊരുൾ ഇത്രയുമേ ഉള്ളൂ: നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയണമെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്നാണ്. അപ്പോൾ ഈ ലോകത്തിൽ യേശുക്രിസ്തുവിനെ സുവിശേഷിക്കുവാൻ എനിക്കും നിങ്ങൾക്കുമുള്ള ഉത്തരവാദിത്വത്തെപ്പറ്റി കർത്താവ് ഇവിടെ പറഞ്ഞു തരുന്നു. നമുക്കെങ്ങനെയാണ് യേശുക്രിസ്തുവിനെ സുവിശേഷിക്കുവാൻ കഴിയുക എന്ന് കർത്താവ് അതിനൊരു വഴി കൂടി കാണിച്ചു തരുന്നു. നമ്മൾ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പരസ്പരം സ്നേഹിക്കണം അങ്ങനെയുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണമെങ്കിൽ നാം ആദ്യം ദൈവത്തെ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ മാത്രം